സ്നേഹമുള്ളവരെ, ഒരു കാര്യം പറയട്ടെ. നാട്ടില് 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ കണ്ടെടുക്കുന്നതിനായിട്ട് ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കള്ളപ്പണം തടയുന്നുണ്ട്. അതിന്റെ കൂടെ കച്ചവട സ്ഥാപനങ്ങളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും കയറിയിട്ട് 500-ഓ 1000-ഓ കെട്ടിവെച്ച പണം ഉണ്ടോ, അതുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുന്നുണ്ട്. ഇതില് ഒരു ചതി നമുക്ക് വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. അവര് ഒറിജിനൽ ആയിട്ടുള്ള വ്യക്തികൾ യഥാർത്ഥ ജീവനക്കാർ വന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇതിന്റെ മറ പറ്റി വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് വൻ ചതി നാട്ടിൽ നടക്കാൻ പോവുകയാണ്. പറ്റിയവരാരും മിണ്ടുകയില്ല. നമ്മൾക്ക് നേരായ രീതിയിൽ ഇത് ബാങ്കുകളിൽ കൊണ്ടിടാനും നിക്ഷേപിക്കാനും കാര്യം ഗവൺമെന്റിനെ തെളിയിക്കാനും നമുക്ക് സന്ദർഭമുണ്ട്. പക്ഷേ ചിലപ്പോൾ ചില കടകളിൽ വരെ കയറി വന്ന് 1000-ഓ 500-ഓ ആയിട്ട് അവർ കിട്ടുന്നത് തപ്പിയെടുക്കുക വ്യാജന്മാർ വരും. അത്തരത്തിൽ നിങ്ങളുടെ ആരെങ്കിലും കടകളുടെ വീടുകളിലോ നിങ്ങൾ നടന്നു പോകുന്ന വഴിയിലോ ബാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിലോ നിങ്ങളെ തപ്പിയിട്ടോ പിടിച്ചിട്ടോ കാര്യം ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർ പറയും ഞാനാണ് ഉദ്യോഗസ്ഥനാണ്, എടുക്കണോ പണം എന്നൊക്കെ ആയിരിക്കും പറയാണ്ടാവുക. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തന്റെ അടുത്തോടു കൂടി ചോദിക്കേണ്ടത് ഉദ്യോഗസ്ഥനാണെന്ന് തെളിയിക്കുന്ന രേഖ, യൂണിഫോം, വാഹനം, ഡ്രൈവർ, അവർ മിനിമം ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സെറ്റ് തന്നെ ഉണ്ടാവും. ഒരാളും രണ്ടാളും വന്ന് ചോദിക്കൂല. അതിന് വ്യക്തമായ ഒരു വിങ് തന്നെയുണ്ട്. അപ്പൊ അതിന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചിട്ട് പോലീസിന്റെ സഹായത്തോടു കൂടി നിങ്ങളത് ചെയ്യണം. ഇനി വന്നവൻ ഒറിജിനൽ ആണെങ്കിൽ തന്നെയും വ്യക്തമായി രേഖയോട് കൂടി അത് എഴുതി വാങ്ങി റെക്കോർഡാക്കുകയും വേണം. വ്യാജന്മാര് വരും, സൂക്ഷിക്കുക. ഈ സമയത്താണ് അവർ ഇറങ്ങാൻ ഏറ്റവും കൂടുതൽ സാധ്യത. ഇനി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അതാണ്. പല വ്യക്തികളും എന്ത് ചെയ്യും, ചതി പറ്റിയതാണെങ്കിൽ അവർ മിണ്ടാതെ പുറത്ത് ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വ്യാജനെ സംബന്ധിച്ചിടത്തോളം 500 രൂപ കിട്ടിയാൽ അവനത് നേട്ടമായിരിക്കും. അതുകൊണ്ട് ഈ സമയം നിങ്ങൾ പരമാവധി ഈ ഒരു ന്യൂസ് ജനങ്ങളിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് എത്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ, അത് ഇന്ന് രാത്രിയും നാളെയൊക്കെ ആയിട്ടായിരിക്കും ഈ തീരുമാനം ഉണ്ടാവുക. RBIന്റെ അടുത്തൊരു റിപ്പോർട്ട് വരുന്നതിനിടയ്ക്ക് പല തട്ടിപ്പിനും വലിയ സാധ്യത കാണുന്നുണ്ട്. സൂക്ഷിക്കുക. ഓക്കെ.